ആ കണ്ടുപിടുത്തം അതെന്റെ കണ്ടുപിടുത്തമല്ല ശ്രീ ഭാസ്കരൻ ബാബു. അത്തരം വാർത്തകൾ വരുന്നുണ്ട്, പല കോണിൽ നിന്നും അത്തരം വാർത്തകൾ വരുന്നുണ്ട്. അങ്ങനെ ഒരു സംശയം ഉയരുന്നുണ്ട്. ആ സംശയം നീക്കേണ്ടത് സർക്കാരിന്റെ ബാധ്യതയല്ലേ? ഒരു കാര്യം ഈ അങ്ങനല്ല, ഈ ജഡ്ജി തന്നെ ലാവ്ലിൻ കേസുമായി ബന്ധിപ്പിച്ച് 2 തരം ഉത്തരവുകൾ ഇതിനു മുമ്പ് പുറപ്പെടുവിച്ചിട്ടുണ്ടല്ലോ. ഇതേ ജഡ്ജി അത് ഫയൽ സ്വീകരിക്കുന്ന സമയത്തും പിന്നീടും 2 തരം ഉത്തരവുകൾ പുറപ്പെടുവിച്ചിട്ടുണ്ടല്ലോ ഇതേ ജഡ്ജി. അപ്പോൾ ഈ ജഡ്ജി തന്നെ അതേ സംബന്ധിച്ച് മാറി മാറി പറഞ്ഞിരിക്കുന്നത് കൊണ്ട് താങ്കളുടെ ആക്ഷേപം ലാവ്ലിൻ കേസ് പേടിച്ചിട്ട് മുഖ്യമന്ത്രി അദ്ദേഹം പറഞ്ഞ ആളെ മാറ്റി എന്നൊക്കെ പറയുന്ന അടിസ്ഥാനരഹിതമായ ഒരു കാര്യമാണ്. കാരണം ഈ ജഡ്ജിക്ക് ആ അർത്ഥത്തിൽ കൺസിസ്റ്റൻസി ഉണ്ട് എന്ന് ഞാൻ കരുതുന്നില്ല. എന്ന് മാത്രമല്ല, ആ തരത്തിലുള്ള അഭിപ്രായ പ്രകടനം ധാരാളം വന്നിട്ടുമുണ്ട് എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അത്തരം ഒരു സാഹചര്യത്തിൽ ആ എഴുതാപ്പുറങ്ങളിലേക്ക് സഞ്ചരിക്കുന്നതിന് വലിയ അർത്ഥമൊന്നുമില്ല. എഴുതാപ്പുറം വായിക്കുന്നില്ല, കൃത്യമായ കാരണങ്ങളിലേക്ക് പോയാൽ മതി. അതിലേക്ക് വരുന്നില്ല, പിണറായി എത്തുന്നില്ല. അതല്ലേ പ്രശ്നം? അതുകൊണ്ടല്ലേ വ്യാഖ്യാനങ്ങൾ ഉണ്ടാകുന്നത്. പിണറായി വിജയൻ ഒന്ന് ആഡ് ചെയ്തോട്ടെ. ഇതേ കോടതിയിൽ ആള് മാറുന്നെന്ന് മാത്രമേ ഉള്ളല്ലോ. നേരത്തെ ജസ്റ്റിസ് കമാൽ പാഷ ഇരിക്കുന്ന സമയത്ത് ഇതല്ല, വിജിലൻസിനോട് കണ്ണും കാതും തുറന്നു വെക്കണമെന്നും പ്രോആക്റ്റീവായിട്ട് ഇടപെടണമെന്നും പറഞ്ഞാണ് ജഡ്ജ്മെൻറ്റുകളെല്ലാം കൊടുത്തിട്ടുള്ളത്. അതേ ബെഞ്ചിൽ അവധിക്ക് ശേഷം മറ്റൊരു ജഡ്ജി വരുമ്പോൾ ആ കോടതി ഒരു കൺസിസ്റ്റന്റ് ബോഡി ആയിരിക്കണം. ആ കോടതിയുടെ പെർസ്പെക്റ്റീവിൽ വരുന്ന മാറ്റം, നമ്മൾ ഈ അജഗജാന്തരം എന്ന് പറയുന്ന പോലെ ഒരു ഉദ്യോഗസ്ഥനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ഈ ഉത്തരവുകളെല്ലാം അദ്ദേഹത്തിൻ്റെ മുന്നിൽ എടുത്തു വെക്കുകയാണെന്ന് വിചാരിക്കുക. ഇതിലേത് ഡയറക്ഷൻ അനുസരിച്ച് പ്രവർത്തിക്കണം? അത് കോടതികൾ വളരെ ഗൗരവകരമായിട്ട് ചിന്തിക്കേണ്ട ഒരു കാര്യമല്ലേ? രണ്ടാമത്, ഈ കേസിൽ തന്നെ നടന്ന പരാമർശം, അത് ആ ബെഞ്ചിൻ്റെ മുൻപിൽ വരാത്ത വിഷയങ്ങളെക്കുറിച്ച്, ഈ നേരത്തെ ഞാൻ പറഞ്ഞ ജിഷ കേസിലെ കാര്യങ്ങൾ പോലും വിളിച്ചു വരുത്തി പരിശോധിക്കുക പോലും അതല്ലല്ലോ പെർസ്പെക്റ്റീവ്. ഇദ്ദേഹത്തിൻ്റെ പ്രവർത്തനത്തെക്കുറിച്ച് വന്ന ഒരിതല്ല. ഒരു സ്പെസിഫിക് ആയിട്ടുള്ളൊരു കേസിൽ ഇത്തരം എന്താണ് പറയേണ്ടത്, സ്വീപ്പിംഗ് കമൻറ്റ്സ് നടത്തുകയാണ്. അതിനോട് അങ്ങനെ വിധേയപ്പെടുന്ന ഒരു സ്വഭാവം കോടതിയുടെ പരാമർശങ്ങളോട് അങ്ങനെ കേട്ടാൽ ഉടൻ തന്നെ അതിനനുസരിതമായി പ്രതികരിക്കുക എന്നുള്ളൊരു സ്വഭാവം ഇടതുപക്ഷത്തിനില്ല, പിണറായി വിജയനും ഇല്ല. അത് നമുക്ക് എല്ലാവർക്കും അറിയാം. പിന്നെ ഈ കേസിൽ മാത്രം ഈ ലാവ്ലിനുമായി ബന്ധപ്പെട്ട് ഉയരുന്ന സംശയങ്ങളെ ശരിവെക്കുന്നുള്ളതാണ്. ഞാൻ കോടതിയെക്കുറിച്ച് അത്രയൊന്നും പറയാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അതുകൊണ്ട് എൻ്റെ സംശയങ്ങളെല്ലാം ഞാൻ പറയുന്നില്ല. ഞാൻ എൻ്റെ മുന്നിലുള്ള വസ്തുതകൾ മാത്രമേ പറയുന്നുള്ളൂ. ഞാനൊരു പൗരൻ എന്നുള്ള രീതിയിൽ ഞാൻ ശ്രദ്ധിച്ചത് ഇതേ കോടതിയിൽ നിന്ന് മറ്റൊരു ജഡ്ജി ഇരിക്കുമ്പോൾ വന്ന പരാമർശങ്ങളും ജഡ്ജ്മെൻറ്റും ഈ ജഡ്ജി ഇരിക്കുമ്പോൾ വരുന്ന പരാമർശങ്ങളും ജഡ്ജ്മെൻറ്റും തമ്മിൽ വളരെ വ്യത്യാസമുണ്ട്. ഇത് കൺസിസ്റ്റൻ്റ് അല്ല എന്നുള്ളത് കോടതിയും കോടതിയുടെ ഉത്തരവാദിത്തപ്പെട്ടവരും പരിശോധിക്കേണ്ടതാണ്. 2, ആ കോടതിയുടെ ബെഞ്ചിൻ്റെ മുന്നിൽ വരുന്ന വിഷയങ്ങളെക്കുറിച്ചല്ലാതെ ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനത്തിരിക്കുന്നവരെക്കുറിച്ച് ഇത്തരം പരാമർശങ്ങൾ നടത്താമോ എന്നുള്ളതും പരിശോധിക്കപ്പെടേണ്ടതുണ്ട്. ഒരു ജനാധിപത്യ വ്യവസ്ഥയിൽ അത് എക്സിക്യൂട്ടീവിൻ്റെ പ്രെറഗേറ്റീവാണ്. അതിൽ കൈ കടത്തുമ്പോൾ അതിന് മതിയായ കാരണങ്ങൾ ഉണ്ടാവണം. ഇത് ഒരു അടിസ്ഥാനവുമില്ലാതെ ഇത്ര കാരണങ്ങൾ പറഞ്ഞാൽ ജനങ്ങൾ വിമർശിക്കും. അപ്പോൾ കോടതി മാധ്യമങ്ങൾ വിമർശിക്കുന്നതിൽ അത്ര അസ്വസ്ഥത പിന്നെ കോടതി കാണിച്ചിട്ട് കാര്യമില്ല. ശ്രീ ആന്റണി രാജു, ഈ വിജിലൻസ് കേസുമായി ബന്ധപ്പെട്ട ഹൈക്കോടതിയുടെ നിലപാടുകൾ എന്ന് പറയുന്നത് ക്രിസ്മസ് അവധിക്ക് മുൻപും ക്രിസ്മസ് അവധിക്ക് ശേഷം എന്ന് 2ആയി തരംതിരിക്കേണ്ടി വരും. സർക്കാർ മാറുന്നതനുസരിച്ച് വിജിലൻസിന്റെ നിലപാട് മാറുമോ എന്നാണ് ഹൈക്കോടതി ജഡ്ജി ചോദിച്ചത്. അതേപോലെ തന്നെ ജഡ്ജി മാറുന്നതിനനുസരിച്ച് ഹൈക്കോടതിയിൽ ഇങ്ങനെ നിലപാടുകളിൽ വലിയ വ്യത്യാസം വരുന്നത് എങ്ങനെയാണ്? അല്ല, ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയനുമായി ബന്ധപ്പെട്ട വകുപ്പുകളിൽ എന്ത് ചർച്ച വന്നാലും കുബുദ്ധികൾ കണ്ടെത്തുന്ന ഒരു വാക്കാണ് ലാവ്ലിൻ. ഇവിടെയും അത് തന്നെയാണ്. ഞാൻ ചോദിക്കട്ടെ, ഇതിന് ലാവ്ലിനുമായിട്ട് എന്താ ബന്ധം? ലാവ്ലിൻ കേസ് പരിഗണിക്കുന്ന ഒരു ജഡ്ജിക്ക് പിന്നെ ജേക്കബ് തോമസിനോട് എന്തെങ്കിലും വൈരാഗ്യമുണ്ടോ? അപ്പോൾ ഓരോ കേസ് എടുക്കുമ്പോൾ ആ കേസുമായി ബന്ധപ്പെട്ട വിഷയങ്ങളാണ് കോടതി ചർച്ച ചെയ്യുന്നത്. അതല്ലാതെ വേറൊരു കേസിന് വേണ്ടി ഈ കേസുമായി ബന്ധപ്പെട്ടൊരു ചർച്ചയോ ഒരു അഭിപ്രായ പ്രകടനമോ ഒരു കോടതി നടത്തുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കരുത്. ഇവിടെ കഴിഞ്ഞൊരു 2 ആഴ്ചക്കാലമായി ശ്രീ ജേക്കബ് തോമസുമായി ബന്ധപ്പെട്ട് വിജിലൻസുമായി ബന്ധപ്പെട്ട് ഗവൺമെൻറ് നിരന്തരമായ വിമർശനത്തിന് വിധേയമായത് ശ്രീ ജേക്കബ് തോമസ് ഡയറക്ടർ സ്ഥാനത്ത് ഇരുന്നുകൊണ്ട് നടത്തുന്ന പ്രവർത്തനങ്ങൾ, പരാജയങ്ങൾ, അവരുടെ ഭാഗത്തുണ്ടായ പിഴവുകൾ അക്കമിട്ട് ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ്. ശ്രീ ജേക്കബ് തോമസിൻ്റെ അന്വേഷണത്തിനെതിരെ, നിലപാടുകൾക്കെതിരെ, അനാവശ്യമായ ഇടപെടലുകൾക്കെതിരെ ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ മുമ്പിൽ നിരവധിയായ കേസുകൾ പെൻഡിങ്ങിലാണ്. അതൊക്കെ ആ കേസുകൾ പരിശോധിക്കുമ്പോഴാണ് ഇതുമായി ബന്ധപ്പെട്ട ചില പരാമർശം. ഞാൻ ചോദിക്കട്ടെ, ഇവിടെ ഇതുപോലെ ഒരു DGP തലത്തിരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥനെതിരെ എന്തുകൊണ്ട് ഇദ്ദേഹത്തെ മാറ്റിക്കൂടാ എന്ന് ഏതെങ്കിലും കോടതിന് മുമ്പ് ചോദിച്ച ചരിത്രമുണ്ട്? അപ്പോൾ അത്രയേറെ ഗൗരവതരമായി ആ സ്ഥാനത്തിരിക്കാൻ അയോഗ്യനാണെന്ന് തോന്നുന്ന വിധത്തിലുള്ള പ്രവർത്തനങ്ങൾ ഒരു കോടതി കണ്ടെത്തിയാൽ ജനാധിപത്യ സംവിധാനത്തിൽ
ഒരു ഭരിക്കുന്ന ഒരു ഗവൺമെൻറ് സംബന്ധിച്ചിടത്തോളം ഒരു പരിധി വരെ അതൊക്കെ കൺസിഡർ ചെയ്യേണ്ടി വരും. അല്ലെങ്കിൽ കാരണം അതൊരു നമ്മുടെ നീതിന്യായ വ്യവസ്ഥയെ ജനാധിപത്യ സംവിധാനത്തിൽ കോടതിയെ നമ്മൾ എന്തുമാത്രം ബഹുമാനിക്കുന്നു. ഇവിടെ ചോദിച്ചു ബാബു, CPM അപ്പോൾ വിലയിരുത്തുന്നത് ഒരു കഴിവുകെട്ട വിജിലൻസ് ഡയറക്ടറായിരുന്നു ഇതുവരെ വിജിലൻസിന്റെ തലപ്പത്ത് എന്നാണോ? ആ വിലയിരുത്തലിന്റെ അടിസ്ഥാനത്തിലാണോ അദ്ദേഹത്തെ മാറ്റിയിരിക്കുന്നത്? അല്ല, ഇതുവരെ ഇവിടെ നമ്മൾ സംസാരിച്ചുകൊണ്ടുവന്നത് 2 ആഴ്ച മുമ്പ് മുഖ്യമന്ത്രി എടുത്ത നിലപാടിന് അടിസ്ഥാനപരവും നേരെ വിരുദ്ധവുമായ ഒരവസ്ഥ സൃഷ്ടിക്കപ്പെടുന്നതിൽ മുഖ്യമന്ത്രിക്ക് പങ്കുണ്ട് എന്ന് ഞാൻ കരുതുന്നില്ല. മറിച്ച് ഞാൻ കണ്ടെത്തുന്ന മറ്റു ചില കാര്യങ്ങളുണ്ട് സ്മൃതി. അതിനകത്ത് ഇന്നലെ തന്നെ CPM-ൻ്റെ സെക്രട്ടേറിയറ്റ് മീറ്റിംഗ് ഉണ്ടായിരുന്നല്ലോ. ആ സെക്രട്ടേറിയറ്റ് മീറ്റിങ്ങിൽ എനിക്കും താങ്കൾക്കും ഇവിടെ പങ്കെടുക്കുന്ന പലർക്കും അറിയാവുന്നത് മാതിരി ഈ വിജിലൻസ് ഡയറക്ടർക്കെതിരെ വലിയ പൊട്ടിത്തെറികളുണ്ടായി. കിഫ്ബി അന്വേഷണവുമായി ബന്ധിപ്പിച്ചും അല്ലാതെയും ഒക്കെ ധാരാളം പൊട്ടിത്തെറികളുണ്ടായി. എന്തെങ്കിലും ഞാൻ ആരോപിക്കുന്നൊന്നുമില്ല. പക്ഷേ ഇദ്ദേഹത്തിന്റെ ഇടപെടൽ CPM-ന് പോലും ഒരു കേസിലും കുറ്റപത്രം സമർപ്പിക്കാനാവില്ല. അങ്ങനെയെങ്കിൽ കോടിയേരി ഇന്ന് എന്തുകൊണ്ട് പാർട്ടിക്ക് മറ്റൊരു അഭിപ്രായമുണ്ട് എന്ന് തുറന്നു പറഞ്ഞില്ല? അദ്ദേഹം പറയുന്നത് നിലപാട് പാർട്ടി സെക്രട്ടേറിയറ്റിൽ വരുമ്പോൾ തന്നെ അത് ദുർബലമാക്കുന്നത് മുഖ്യമന്ത്രിയുടെ നിലപാടുകളെ തന്നെയാണ്. അതിന് യാതൊരു സംശയവും വേണ്ട. അതുകൊണ്ടാണ് ശ്രീ MM മണി പറഞ്ഞല്ലോ, ഉദ്യോഗസ്ഥനെ ആശ്രയിച്ചൊന്നും ജീവിക്കേണ്ട കാര്യം ഞങ്ങൾക്കില്ല, അതുകൊണ്ട് ഞങ്ങൾ പറഞ്ഞു മാറ്റിയതാണ്. അതെന്തുകൊണ്ട് മുഖ്യമന്ത്രി പറയുന്നില്ല എന്ന് സ്മൃതി ചോദിച്ചില്ലേ? പറയാത്തതിൻ്റെ കാരണവും സംശയവും ഞാൻ പറഞ്ഞത് തന്നെയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. താങ്കൾക്ക് വേറൊരു തരത്തിൽ ചിന്തിക്കുകയും ചെയ്യാം. അങ്ങനെ വരുമ്പോൾ ജേക്കബ് തോമസിനെ മാറ്റുന്ന കാര്യത്തിൽ മുഖ്യമന്ത്രി അടക്കം മുൻപെടുത്തിരുന്ന നിലപാടിൽ നിന്ന് വ്യത്യസ്തത വരികയും ഇതിനു മുമ്പ് IAS വിഭാഗങ്ങളും IPS വിഭാഗങ്ങളും എന്തിന് വാഴക്കൻ്റെ പാർട്ടിയും സത്യത്തിൽ ഇരിക്കെ പൊറുതിയില്ലാതെ വാലിന് തീ പിടിച്ച മാതിരി നടക്കുന്ന ആ പാർട്ടിക്കാരും നേതാക്കളും അവരൊക്കെ കിടന്ന് ബഹളം വെച്ചിട്ടും മാറ്റിയില്ലല്ലോ. അപ്പോൾ സത്യത്തിൽ ഇത്തരം ഒരു അവസ്ഥാന്തരം സൃഷ്ടിക്കപ്പെട്ടതിൽ മുഖ്യമന്ത്രിയുടെ പാർട്ടിക്ക് തന്നെയായിരിക്കും ഗൗരവതരമായൊരു പങ്ക് ഉണ്ടായിരിക്കുക എന്ന അനുമാനമാണ് എനിക്കുള്ളത്. അതായിരിക്കും ഒരുപക്ഷേ വിജിലൻസ് തലപ്പത്ത് നിന്നും ജേക്കബ് തോമസിനെ മാറ്റേണ്ടി വന്നത് എന്നാണ് താങ്കൾ കൃത്യമായി പറഞ്ഞു വെക്കുന്നത്. ശ്രീ ജോസഫ് വാഴക്കൻ, ഇന്നിപ്പോൾ കോൺഗ്രസിൽ നിന്ന് 2 വ്യത്യസ്ത അഭിപ്രായങ്ങൾ വന്നിരിക്കുന്നു. KPCC പ്രസിഡന്റ് MM ഹസൻ പറഞ്ഞിരിക്കുന്നത് നന്നായി അദ്ദേഹത്തെ സ്ഥാനത്ത് നിന്ന് മാറ്റിയെന്നാണ്. സ്വാഗതം ചെയ്യുകയും ചെയ്തു, നന്നായി എന്ന് പറയുകയും ചെയ്തു, സ്വാഗതം ചെയ്യുകയും ചെയ്തു. രമേശ് ചെന്നിത്തലയാട്ടെ നിഗൂഢത സംശയിക്കുകയും ചെയ്തിരിക്കുന്നു. MM ഹസൻ KPCC പ്രസിഡന്റ് എന്ന നിലയ്ക്കുള്ള പ്രതികരണമാണോ നടത്തിയത്, അതോ ഭയക്കുന്നവരുടെ, വേട്ടയാടപ്പെടുന്നവരുടെ പ്രതിനിധിയായിട്ടാണ് അദ്ദേഹം പ്രതികരണം നടത്തിയിരിക്കുന്നത്? ഞാൻ ശ്രീ MM ഹസനുമായിട്ട് സംസാരിച്ചു. അദ്ദേഹം ആ രീതിയിൽ സംസാരിച്ചിട്ടില്ല. അദ്ദേഹം പറഞ്ഞത് ഞാൻ ചില സാഹചര്യങ്ങളെക്കുറിച്ച് സംസാരിച്ചു എന്നുള്ളതല്ലാതെ ഞാൻ സ്വാഗതം ചെയ്തിട്ടില്ല, സ്വാഗതം ചെയ്യേണ്ട ആവശ്യവുമില്ല. ചില കാര്യങ്ങൾ ഈ ഗവൺമെന്റ് ഒരു നിമിഷം അദ്ദേഹത്തിന്റെ വാക്കുകളിലേക്ക് പോകാനാകും. ഒരുപക്ഷെ വിജിലൻസ് അന്വേഷണം ജനശ്രീയിലേക്ക് നീങ്ങുന്നു. കെ ബാബുവിന്റെ സംശയം, KM എബ്രഹാമിന്റെ സംശയം, ഇതിനൊക്കെ ഒരു പ്രതികരണമായിട്ടാണ്, അവരുടെ ഒരു പ്രതിനിധി എന്ന നിലയ്ക്കാണോ ഇന്നിപ്പോൾ അദ്ദേഹം മറുപടി പറഞ്ഞിരിക്കുന്നത്? അദ്ദേഹത്തിൻ്റെ വാക്കുകളിലേക്ക് പോട്ടെ. അദ്ദേഹം എന്നോട് പറഞ്ഞിട്ടുണ്ട് ഞാൻ അങ്ങനെ സംസാരിച്ചിട്ടില്ല എന്നുള്ളത്. മാത്രമല്ല ഞാൻ മനസ്സിലാക്കുന്നത് ആ രീതിയിൽ റിപ്പോർട്ട് ചെയ്ത മാധ്യമങ്ങളിൽ അദ്ദേഹം അത് നിഷേധിക്കുകയും ചെയ്തു. പക്ഷേ അത് മാതൃഭൂമി എന്തുകൊണ്ടത് പ്രസിദ്ധീകരിച്ചില്ല എന്നുള്ളതിനെക്കുറിച്ച് എനിക്കറിയില്ല. ഏതായാലും അങ്ങനൊരു നിലപാട് കോൺഗ്രസ് പാർട്ടിക്കില്ല. പാർട്ടിയുടെ വക്താവ് എന്നുള്ള നിലയിൽ പാർട്ടി നേതാക്കന്മാരും KPCCയുടെ ചാർജ് വഹിക്കുന്ന ശ്രീ MM ഹസനുമായിട്ട് സംസാരിച്ചിട്ടാണ് ഞാനിപ്പോൾ ഇത് പറയുന്നത്. പിന്നെ എല്ലാവരും കേട്ട കാര്യം തന്നെയാണ്, അതിലേക്ക് വരാം. താങ്കൾ ഈ പറയുന്നത് അനുസരിച്ചാണെങ്കിൽ കോൺഗ്രസിലെ 2 ഗ്രൂപ്പുകളുടെ 2 നിലപാടുകളായി ഈ വിഷയത്തിൽ പ്രതികരണം വന്നിരിക്കുന്നു എന്ന് വേണം കരുതാൻ. അങ്ങനൊന്നുമില്ല, 2 ഗ്രൂപ്പൊന്നുമില്ല, ഒരേ അഭിപ്രായം തന്നെയുള്ളൂ. പാർട്ടിയുടെ ഒറ്റ അഭിപ്രായമുള്ളൂ. ഞാൻ MM ഹസനുമായിട്ട് സംസാരിച്ച ശേഷമാണ് ഞാൻ ഈ പറയുന്നത്. കാരണം അങ്ങനെ ഒരു നിലപാടെടുത്തിട്ടില്ല. പാർട്ടിയുടെ ഇന്ന് പാർട്ടിയുടെ രാഷ്ട്രീയകാര്യ സമിതി ഉണ്ട്, അവിടെയും ആ കാര്യം ചർച്ച ചെയ്തിട്ടുള്ളതല്ല. അതല്ല ഞങ്ങളുടെ നിലപാട്. ഇദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം ഇദ്ദേഹത്തിന്റെ പല നിലപാടുകളെ കുറിച്ചും ഞങ്ങൾക്ക് അദ്ദേഹത്തിന് ആക്ഷേപമുണ്ട്. ശ്രീ രമേശ് ചെന്നിത്തല കൊടുത്ത ഒരു കേസിലാണല്ലോ ഹൈക്കോടതിയിലെ വിധി ഉണ്ടായത്. രമേശ് ചെന്നിത്തല ഇത്ര അത്ഭുതത്തോടു കൂടി നിഗൂഢത എന്തിനാണ് സംശയിച്ചത് എന്ന ചോദ്യമാണ് വരുന്നത്. അല്ല, തീർച്ചയായിട്ടും അല്ല. ഞങ്ങൾക്ക് നിഗൂഢത ഉണ്ടായെന്ന് പറഞ്ഞാൽ അന്നൊക്കെ ഇതിനെ പിന്തുണച്ച മുഖ്യമന്ത്രി, അതാ ഞാൻ നേരത്തെ പറഞ്ഞ, അന്ന് അത്ര കൃത്യമായ ഒരു വിധി ഉണ്ടായിട്ടും അതിനെതിരെ പ്രതികരിക്കുകയും ചെയ്തിട്ടും
അതിനെതിരെ ഒരു ഉദ്യോഗസ്ഥൻ കേരളത്തിലെ ചരിത്രത്തിൽ ഹൈക്കോടതി വിധിക്കെതിരെ ഇത്ര പരസ്യമായി വെല്ലുവിളിച്ച് പ്രതികരിക്കുന്നത് ആദ്യമായിരിക്കും. എന്നിട്ട് മുഖ്യമന്ത്രി അതിനെ ന്യായീകരിച്ചതാണ്. ഞാൻ ഇതിനോടൊന്ന് പ്രതികരിക്കട്ടെ. അതായത് ശ്രീ KM മാണി UDF വിട്ടുപോകുന്ന ഘട്ടം മുതൽ നിങ്ങൾ അതിന് പറഞ്ഞ കാരണങ്ങൾ നോക്കൂ. എന്തുകൊണ്ടാണ് ശ്രീ രമേശ് ചെന്നിത്തലയെ പ്രതിസ്ഥാനത്ത് നിർത്തിയത്? അന്ന് ഈ ബാർക്കോഴ കേസുമായി ബന്ധപ്പെട്ട് ശ്രീ ജേക്കബ് തോമസ് എടുത്ത നിലപാടുകളിൽ A ഗ്രൂപ്പ് ഒരു പക്ഷത്തും I ഗ്രൂപ്പ് ഒരു പക്ഷത്തുമാണെന്നാണ് എൻ്റെ ഒബ്സർവേഷൻ. അപ്പോൾ അത് അന്ന് മുതലേ തുടരുന്നതാണ്. ഇതിൻ്റെ പിന്നിൽ പാറ്റൂർ കേസിനൊരു വലിയ പങ്കുണ്ട്. ഇന്നത്തെ ശ്രീ MM ഹസൻ്റെ സ്റ്റേറ്റ്മെൻറ്റിൻ്റെ പിറകിലും പാറ്റൂർ കേസിനൊരു വലിയ പങ്കുണ്ട്. ലീഗലി അതൊരു വളരെ സ്ട്രോങ് കേസാണെന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. നിങ്ങൾ മുഖ്യമന്ത്രി ശ്രീ ജേക്കബ് തോമസിനെ അദ്ദേഹത്തിൻ്റെ ഒരു ട്രംപ് കാർഡായിട്ട് പ്രൊജക്റ്റ് ചെയ്തിരുന്നു. പക്ഷേ നിങ്ങൾ നോക്കൂ, ആ സമ്മർദ്ദം നമുക്ക് യഥാർത്ഥത്തിൽ കൃത്യമായി വായിച്ചെടുക്കാം. IASകാർ ഒന്നടങ്കം ജേക്കബ് തോമസിനെതിരായിട്ട് നീങ്ങുന്ന ഒരു ഘട്ടത്തിൽ മുഖ്യമന്ത്രി വിളിച്ച് IASകാരെ ശാസിച്ചു എന്ന് മാത്രമല്ല, അത് ഉടൻ തന്നെ പത്രസമ്മേളനം വിളിച്ച് അറിയിക്കുകയും ചെയ്തു. പത്രസമ്മേളനത്തോട് റിലക്റ്റൻസ് കാണിക്കുന്ന മുഖ്യമന്ത്രി തന്നെ. പക്ഷെ പിന്നീട് സംഭവിച്ചത്, ഇപ്പോൾ നമ്മുടെ വിജിലൻസിനൊരു വിജിലൻസ് മാനുവലുണ്ട്. ആ വിജിലൻസ് മാനുവൽ എന്ന് പറയുന്നത് അതാത് ഡിപ്പാർട്ട്മെൻറ്റുകളോട് അനുവാദം ചോദിച്ചിട്ട് കേസെടുക്കുന്ന തരത്തിൽ പഴയ ജിയോകൾ തുന്നി കെട്ടിയ ഒരു മാനുവലാണ് കയ്യിലുള്ളത്. പക്ഷേ അതിനുശേഷം വന്ന പല സുപ്രീം കോടതി വിധികളനുസരിച്ച് FIR ഇടാതിരിക്കാൻ വിജിലൻസിനോ സ്റ്റേഷൻ ഓഫീസർക്കോ കഴിയാത്തൊരു നിയമ സാഹചര്യമുണ്ട്. പക്ഷേ പിന്നീട് നടന്ന മീറ്റിങ്ങിൽ വിജിലൻസ് മാനുവൽ അനുസരിച്ച് മാത്രം കേസെടുത്താൽ മതി എന്നൊരു നിർദ്ദേശമാണ് വിജിലൻസിന് പോയത്. ഇതാണ് നമ്മൾ ഫയലെല്ലാം കെട്ടി അങ്ങോട്ട് അയച്ചു എന്നൊക്കെയുള്ള ഒരു പരാതിയിലേക്ക് വന്നു. അപ്പോൾ നേരത്തെ എടുത്ത നിലപാടിൽ നിന്ന് പതുക്കെ സമ്മർദ്ദത്തിന് വഴിപ്പെടേണ്ടി വന്നു എന്നുള്ളത് ഒരു കാര്യം. രണ്ട്, ഈ സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം വിജിലൻസ് ഡയറക്ടറായിട്ട് ചാർജ് എടുക്കുമ്പോൾ ശ്രീ ജേക്കബ് തോമസ് AGയോട് ഒരു ചോദ്യം ചോദിക്കുകയാണ്. ആ ചോദ്യാവലി നോക്കിയാൽ തന്നെ അത് വളരെ ലീഡിങ് ക്വസ്റ്റ്യൻസ് ആണ്. അതായത് ലോകായുക്തയിൽ ഒരു കേസ് കൊടുത്തു, അതേ വ്യക്തി തന്നെ ഹൈക്കോടതിയെ സമീപിച്ചപ്പോൾ ആ കേസ് ഇവിടെയും കൊണ്ടുതരാൻ കഴിയില്ല എന്നുള്ള രീതിയിൽ കോടതി അത് തള്ളി. ഇത് അതേ വ്യക്തി കൊടുത്തതുകൊണ്ടാണോ മറ്റൊരാളുടെ പരാതിയിൽ FIR എടുക്കാമോ എന്നുള്ള ചോദ്യമാണ്. AG വളരെ കൃത്യമായി കേസ് എടുക്കാം എന്നുള്ള ഒപ്പീനിയൻ കൊടുത്തു. അത് കഴിഞ്ഞ വർഷം ഓഗസ്റ്റ് മാസമാണ്, 7-ാം മാസം. അത് കഴിഞ്ഞിട്ട് 4 മാസത്തോളം ഈ ഒപ്പീനിയൻ കൈവശം ഇരുന്നു, FIR ഇട്ടില്ല. അപ്പോൾ ശ്രീ ജേക്കബ് തോമസിൻ്റെ ഇൻറ്റൻഷൻ ആ ചോദ്യങ്ങളിൽ വളരെ വ്യക്തമാണ്. അപ്പോൾ എവിടെ നിന്നുള്ള തടസ്സം കാരണമാണ് ഈ പാറ്റൂർ കേസിൽ FIR ഇടാതെ ഇത് മുന്നോട്ട് പോയത്? അപ്പോൾ ഞാൻ പറയുന്നത്, ഇത് പുറത്ത് വന്ന് ഈ വാദപ്രതിവാദങ്ങൾക്കപ്പുറത്ത് ദർ ഈസ് എ നെക്സസ് ഇതിനുള്ളിൽ. ഈ അഴിമതിക്കാരുടെ ഒരു ടീമിങ് അപ്പോൾ പല ഭാഗത്തുമുണ്ട്. അത് എങ്ങനെ കോടതിയിൽ പരാമർശമായിട്ട് വരുന്നു എന്നുള്ളതാണ് എന്നെ അത്ഭുതപ്പെടുത്തുന്നത്. അതിന് മുമ്പുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ പലതും കണ്ടിട്ടുണ്ട്. ഇപ്പോൾ ജിഷ കേസിൻ്റെ കാര്യത്തിൽ പറഞ്ഞല്ലോ, മലബാർ സിമൻസിൻ്റെ കേസിൽ ശ്രീ പത്മകുമാറിൻ്റെ കേസ് വരുന്നു. പത്മകുമാറിനെതിരെ വിജിലൻസ് FIR ഇടുന്നു, കോടതി റിമാൻഡ് ചെയ്യുന്നു. ഈ അതിൻ്റെ ശരിതെറ്റുകൾ അവിടെ നിൽക്കട്ടെ, എനിക്കറിയില്ല അദ്ദേഹം അഴിമതിക്കാരനായ ഉദ്യോഗസ്ഥനാണോ. പക്ഷേ ഗവൺമെൻറ് ഫയലിൽ ചീഫ് സെക്രട്ടറി ഉൾപ്പെടെ, വ്യവസായ സെക്രട്ടറി, ലോ സെക്രട്ടറി എല്ലാവരും ഇദ്ദേഹത്തിനെതിരെ വരാവുന്ന പ്രോസ്പെക്റ്റീവ് ചാർജസ് ഇന്നതാണ്, അതെന്തുകൊണ്ട് നിലനിൽക്കില്ല എന്നൊരു വാദമുഖം അദ്ദേഹത്തിന് വേണ്ടി അവരുടെ പ്രിറഗേറ്റീവേ അല്ല. ഈ അറ്റ്ലീസ്റ്റ് വിജിലൻസ് ഒരു ഇൻവെസ്റ്റിഗേറ്റീവ് ഏജൻസിയാണല്ലോ. ഇവരങ്ങനെ ഒരു ഡിഫൻസ് ഈ പ്രതിഭാഗത്ത് വരുന്ന ഒരാൾക്ക് വേണ്ടി അവരങ്ങനെ വിശ്വസിക്കുന്നുണ്ടാവാം. എന്നാൽ പോലും ഫയലിൽ എഴുതിയാൽ അതിനെ എങ്ങനെയാണ് കാണേണ്ടത്? സസ്പെൻഷൻ 121 ദിവസം താമസിപ്പിക്കാൻ സസ്പെൻഷൻ പോട്ടെ. പക്ഷെ ഞാൻ പറയുന്ന പോയിന്റ് എന്ന് പറഞ്ഞാൽ, ഗവൺമെന്റിനുള്ളിൽ തന്നെ പ്രോസിക്യൂഷൻ അല്ലെ ഗവൺമെന്റ് എന്ന് പറയുന്ന ഒരു യൂണിഫൈഡ് ബോഡി ആയിട്ട് നിൽക്കേണ്ടതിന്റെ ഭാഗത്ത് സെൽഫ് ഡിഫീറ്റിംഗ് ആയിട്ടുള്ള ശ്രമങ്ങൾ ഇതിനുള്ളിൽ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നിരുന്നു. ഇതെല്ലാം കൂടി കൗണ്ടർ ചെയ്താണ് ഇപ്പോൾ ഇതിൽ വന്ന് കൾമിനേറ്റ് ചെയ്തതെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. പല ഘടകങ്ങൾ ഒരുമിച്ചിരിക്കുന്നു. ശ്രീ ഭാസ്കരേന്ദ്ര ബാബു, താങ്കൾ നേരത്തെ പറഞ്ഞതുപോലെ പാർട്ടിയിൽ നിന്ന് ഉണ്ടായിരിക്കുന്ന തീരുമാനം, പാർട്ടിയിൽ നിന്നുള്ള സമ്മർദ്ദം, അത് മുഖ്യമന്ത്രിക്ക് താങ്ങാൻ സാധിച്ചില്ല. മുഖ്യമന്ത്രിക്ക് അവർ ഉദ്ദേശിക്കുന്നതിലേക്ക് ഒരു നിലപാട് എടുക്കേണ്ടി വന്നിരിക്കുന്നു. അത് ഏതൊക്കെ കാര്യങ്ങളായിരിക്കാം? EP ജയരാജൻ മന്ത്രിയായിരിക്കും നടന്ന നിയമനങ്ങളിൽ അഴിമതി തന്നെ നടന്നു എന്ന് അദ്ദേഹം എടുത്തിരിക്കുന്ന ശക്തമായ നിലപാടാണോ? സ്പോർട്സ് ലോട്ടറി കേസിൽ TP ദാസിനെ 1-ാം പ്രതിയാക്കി വിജിലൻസ് കോടതിയിൽ FIR സമർപ്പിച്ചതാണോ? ഈ വിഷയങ്ങളൊക്കെ ഒന്നിച്ചാണോ CPM ഉന്നയിച്ചത്? ഈ 2 കാര്യങ്ങളുമാണോ പ്രധാനമായും ഘടകമായത്? ഞാനത് പറയുന്നത്, CPM-നെ പോലൊരു പാർട്ടി മുഖ്യമന്ത്രിക്ക് പൂർണ്ണമായും പിന്തുണ നൽകുന്ന ഒരവസ്ഥ മുൻപുണ്ടായിരുന്നു. അതിൽ നിന്ന് വ്യത്യസ്തമായൊരു സമീപനം ജേക്കബ് തോമസിൻ്റെ കാര്യത്തിൽ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിന് പ്രകടമായി കാണുന്നത്, ഞാൻ ആദ്യം പറഞ്ഞു, കോടതിയുടെ ഒരു വലിയ വിമർശനം വന്നു. ആ വിമർശനം പാർട്ടി തന്നെ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് പ്രശ്നങ്ങൾ സൃഷ്ടിക്കുമ്പോൾ ഏത് പാർട്ടിയാണോ മുഖ്യമന്ത്രി അവതരിപ്പിച്ചിരിക്കുന്നത്, ആ മുഖ്യമന്ത്രിക്ക് സ്വാഭാവികമായും ആ കാര്യത്തിൽ ദൗർബല്യങ്ങൾ നേരിടും എന്നാണ് ഞാൻ കാണുന്നത്.
അത് താങ്കൾ സൂചിപ്പിച്ചത് മാതിരി എപ്പോഴെങ്കിലും പിണറായി വിജയൻ അദ്ദേഹത്തിൻ്റെ അഭിപ്രായം പറയുമ്പോൾ മാത്രമേ നമുക്കത് കൃത്യമായി അറിയാൻ കഴിയൂ. ഒന്ന്. മറ്റൊന്ന്, പിണറായി വിജയൻ ഈ അഭിപ്രായ പ്രകടനം മുഖ്യമന്ത്രി നിലയ്ക്ക് വലിയ തരത്തിൽ മാറ്റിവെക്കാനൊന്നും കഴിയില്ല. കാരണം നമ്മൾ വിജിലൻസ് എന്ന് പറയുന്ന എത്രയോ നാളുകൾക്ക് ശേഷം, കഴിഞ്ഞ സർക്കാർ നശിപ്പിച്ച് തകർത്ത ആ വിജിലൻസ് എത്രയോ നാളുകൾക്ക് ശേഷം വാസ്തവത്തിൽ ശുഷ്കാന്തിയുള്ള മൊത്തത്തിൽ പ്രതിഭ തെളിയിച്ച ഒരു സ്ഥാപനമായി മാറുകയും ജേക്കബ് തോമസ് വിജിലൻസിനെ അതിൻ്റെ ഒരു അന്തസ്സിലേക്ക് കൊണ്ടുവരികയും ഒക്കെ ചെയ്തിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ പ്രതിച്ഛായ അങ്ങനെയാണ്. ഇനി പെട്ടെന്നൊരാൾ വന്ന് ഇത് തകർന്ന് തരിപ്പണമാകുന്ന പക്ഷം ഇതേ മുഖ്യമന്ത്രി തന്നെ അതിന് മറുപടി പറയേണ്ടി വരുന്ന അവസ്ഥ സ്മൃതി വരും. അത്തരമൊരു സാഹചര്യത്തിലായിരിക്കും ഒരുപക്ഷെ മുഖ്യമന്ത്രിക്ക് സംസാരിക്കേണ്ടി വരിക. അതാണ് ഞാൻ എന്നെപ്പോലെ ഒരാൾ കാത്തിരിക്കുന്ന കാര്യം. ശ്രീ ജോസഫ് വാഴക്കൻ, ഹസൻ പറഞ്ഞ കാര്യം എന്താണെന്ന് ഒന്നുകൂടി കേൾക്കാം. പറഞ്ഞിട്ടില്ല എന്ന് താങ്കളോട് നിഷേധിച്ചുവെങ്കിലും അങ്ങനെ ഒരാളെ വിജിലൻസ് ഡയറക്ടറായി വെച്ചുകൊണ്ടിരിക്കാൻ ഗവൺമെന്റ് തയ്യാറാകാത്തത് നല്ല കാര്യമാണ്. നല്ല കാര്യം തന്നെയാണെന്നാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. അത് നിഷേധിച്ചു എന്നാണോ ശ്രീ ജോസഫ് വാഴക്കൻ? അല്ല, അത് അദ്ദേഹത്തിൻ്റെ പേരിലുള്ള ചാർജുകളെ കുറിച്ച് പറഞ്ഞിട്ടുള്ളതാണ്. കാരണം ശ്രീ ജേക്കബ് തോമസ് ചെയ്തിട്ടുള്ള കാര്യങ്ങളെ സംബന്ധിച്ചൊന്നും ഞങ്ങൾക്കാർക്കും അഭിപ്രായമുള്ള കൂട്ടത്തിലൊന്നുമല്ല. ജേക്കബ് തോമസ് ഒരുപാട് കാര്യങ്ങൾ ഇല്ലാത്ത അധികാരങ്ങൾ ഉപയോഗിച്ചു. അതാണല്ലോ ബഹുമാനപ്പെട്ട ഹൈക്കോടതി തന്നെ കണ്ടെത്തിയത്. ഓരോ വിഷയങ്ങളിലും ഇല്ലാത്ത അധികാരങ്ങൾ, വ്യക്തിപരമായ താല്പര്യങ്ങൾ അല്ലെങ്കിൽ മറ്റാർക്കെങ്കിലും വേണ്ടി അദ്ദേഹം ചെയ്യുന്നതായിട്ടാണ് എല്ലാം വിജിലൻസിൻ്റെ മാനുവലും വിജിലൻസിൻ്റെ ഇന്നലെ വരെയുള്ള കീഴ്വഴക്കങ്ങളും അതല്ലെങ്കിൽ വിജിലൻസിൻ്റെ അധികാര പരിധിയും ഒക്കെ കടന്നുള്ള തീരുമാനങ്ങളാണ് എല്ലാ കാലത്തും ജേക്കബ് തോമസ് എടുത്തിട്ടുള്ളത്. ഇല്ല എന്ന് ഞങ്ങൾ പറയുന്നില്ല. പക്ഷേ അവിടെയൊക്കെ ശ്രീ പിണറായി വിജയൻ അദ്ദേഹത്തിൻ്റെ അഴിമതി വിരുദ്ധ പ്രതിച്ഛായയുടെ ഭാഗമായി ഉയർത്തിക്കൊണ്ടുപോയി അദ്ദേഹത്തിനോട് ചേർത്ത് വെച്ച് കൊണ്ടു നടന്ന ആളാണ് ശ്രീ ജേക്കബ് തോമസ്. മാത്രമല്ല, ഇവർ രണ്ടുപേരും പരസ്പരം പുകഴ്ത്തുകയായിരുന്നു. ഇതാ ഒരു നല്ലവനായ മനുഷ്യനോടൊപ്പം നിൽക്കുക എന്നുള്ളത് എനിക്ക് അഭിമാനമാണെന്നാണ് ജേക്കബ് തോമസ് പറഞ്ഞത്. ഒരു 2 ആഴ്ച മുമ്പാണ് പറഞ്ഞത്. ഈ നല്ലവരായ ആളുകളോടൊപ്പം, നല്ലവരായ മനുഷ്യരോടൊപ്പം ജീവിക്കുക എന്ന് പറഞ്ഞാൽ ഇതിൽ പരം എന്താ ഒരു സന്തോഷം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ പരസ്പരം രണ്ടു കൂട്ടരും അങ്ങോട്ടും ഇങ്ങോട്ടും പുകഴ്ത്തിക്കൊണ്ടിരുന്ന പെട്ടെന്ന് എന്ത് സംഭവിച്ചു എന്നത് മാത്രമാണ് ഞങ്ങൾക്ക് സംശയം. യാതൊരു സംശയമില്ല. പെട്ടെന്ന് സംഭവിച്ചു. ചോദിക്കട്ടെ, അല്ലല്ല, ഇന്നലെ ഒരു കാര്യം കൂടെ പറയാനുണ്ട്. ഇന്നലെ ഞാൻ മറ്റൊരു ചാനലിൽ സംസാരിക്കുമ്പോൾ അവിടെ മുഖ്യമന്ത്രിയുടെ ഓഫീസിന് ഒരു കുറിപ്പ് വന്നു. അതിനകത്ത് പറഞ്ഞത്, ഞങ്ങൾ ജേക്കബ് തോമസിനോട് മാറാൻ പറഞ്ഞിട്ടില്ല, ജേക്കബ് തോമസ് സ്വമേധയാ അദ്ദേഹത്തിന് 1 മാസത്തേക്ക് ലീവ് എടുത്താണ്. പി ജയരാജൻ അവിടെ പങ്കെടുത്ത് പാർട്ടി വക്താവായിട്ട് അദ്ദേഹവും അത് അടിവരയിട്ടു. ഇന്നും മണി പറഞ്ഞു ഞങ്ങൾ മാറ്റിയതാണെന്ന്. ബാസുരേന്ദ്ര ബാബു അത് അവരുടെ വക്താവായി നിൽക്കുകയാണ്. അദ്ദേഹവും പറയുന്നു പാർട്ടി തന്നെ മാറ്റിയതാണ് എന്ന്. ജോസഫ് സി മാത്യു പറയുന്നു പിണറായി വിജയനും പ്രതിപക്ഷമായിട്ട് ഗൂഢാലോചന നടത്തിയതാണ് എന്ന്. അപ്പോൾ ഇതിനകത്തൊരു വലിയ ദുരൂഹതയുണ്ട്, യാതൊരു സംശയവുമില്ല. ഇവിടെ പറഞ്ഞു കഴിഞ്ഞിരിക്കുന്നു. ശ്രീ ജോസഫ് വാഴക്കൻ, തിരിച്ചെത്താം ഇടവേളയ്ക്ക് ശേഷം.